ഇവിടെ ഉള്ളവരെ എന്തെങ്കിലും ഞാൻ ക്രിട്ടിസൈസ് ചെയ്തെങ്കിൽ അത് ഷോയുടെ വിജയത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അനീഷെ, അഭിനന്ദനങ്ങൾ. ഐ ലവ് യുടാ. എപ്പോഴെങ്കിലും നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ അനീഷിന് കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ഡോക്ടർ റോയ് കൊടുത്ത സമ്മാന തുക 10 ലക്ഷം രൂപ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ 2 ദിവസമായിട്ടുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് അനീഷിന് 10 ലക്ഷം രൂപ കിട്ടി എന്നാണല്ലോ. അപ്പൊ ഈ സാഹചര്യത്തിൽ വേറൊരാള് തനിക്ക് ഒരു പൈസയും തന്നില്ല, തനിക്കും പൈസയൊക്കെ തരാൻ അർഹയായിരുന്നു, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരാള് രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് കണ്ടതുപോലെ തന്നെ തീർച്ചയായും നമ്മുടെ രജിത് കുമാർ സാറ് ബിഗ് ബോസ് സീസൺ 2 കണ്ടസ്റ്റൻസ് ആണ്. നിർഭാഗ്യവശാൽ അന്ന് കൊറോണ കോവിഡ് സ്റ്റാർട്ടിങ് സമയത്ത് ആ ബിഗ് ബോസ് സീസൺ 2 നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചില്ല. ഇടയ്ക്ക് വെച്ച് അത് നിർത്തി പോകേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഏതാണ്ട് രജിത് കുമാർ സാറ് ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ മുളക് തേച്ചു, അതായത് ഏറ്റവും വികൃതിയായ കുട്ടിയെ കാണിക്കാൻ വേണ്ടി കണ്ണിൽ മുളക് തേച്ചു എന്നൊക്കെ ഒരു ഇഷ്യൂ കത്തി നിൽക്കുന്ന സമയത്താണ് ഈ കൊറോണ കേസും വന്നത്. അപ്പം രജിത് കുമാർ ഏതാണ്ട് പുറത്തു പോകും എന്നുള്ള സ്ഥിതി വന്നപ്പോ തന്നെ കൊറോണ മൂത്തു. അപ്പൊ തന്നെ ഫുൾ എല്ലാരെയും അവിടുന്ന് പറഞ്ഞു വിടേണ്ടി വന്നു. അതായത് ആര്യ രജിത് കുമാറിനെ ഉപദ്രവിച്ചു, ആര്യയും വീണയങ്ങൾ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഒരു ജനങ്ങളുടെ മനസ്സിലോട്ട് വളരെ അങ്ങനെ ആഴത്തിൽ കയറിയ ഒരു വ്യക്തിയാണ് രജിത് കുമാർ. അന്നൊക്കെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നുണ്ട് കേട്ടോ. അന്ന് നമുക്ക് വീഡിയോയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. അന്ന് എന്ന് വെച്ചാൽ നമ്മുടെ മൂപ്പൻ ബ്ലോഗ്സ് പുള്ളിയാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഞാൻ അന്ന് ഈ മൂപ്പൻ ബ്ലോഗ്സുമായിട്ട് ഞാൻ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൽ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഒരുപാട് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അതിനൊക്കെ റിഗ്രറ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു മനുഷ്യനെയാണല്ലോ ഞാൻ അന്ന് സപ്പോർട്ട് ചെയ്തേ എന്ന് വിചാരിച്ച് എന്ന് റിഗ്രറ്റ് ചെയ്യാണ്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെര കത്തുമ്പം വാഴ വെട്ടണമെന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം പോലെ തന്നെ ഈ സമയത്ത് രജിത് കുമാറിന് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് അന്ന് തങ്ങൾക്ക് ആർക്കും ഒരു സമ്മാനമോ ഒന്നും കിട്ടിയിരുന്നില്ല. എന്നാൽ ഇന്ന് അനീഷിന് 10 ലക്ഷം രൂപ കൊടുത്തല്ലോ, എന്നാൽ എനിക്കും കൂടെ പോരട്ടെ, ഒരു 10 കിട്ടിയില്ലെങ്കിൽ 5 എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു വീഡിയോ ഇദ്ദേഹം ഇന്നലെ തന്നെ പുറത്തു വിട്ടിരുന്നു. അപ്പൊ നമുക്ക് ആ വീഡിയോയുടെ ഏതാനും ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് വലിയ വീഡിയോകളൊന്നും ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാലും പെട്ടെന്നൊരു വീഡിയോ ഇടണം എന്ന ആഗ്രഹവും ആവശ്യവും ഉണ്ടായതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അനിമോൾക്ക് കപ്പ് കിട്ടി, 50 ലക്ഷം കിട്ടി. പിന്നെ അനിമോൾ നിന്ന് അത്രയും ദിവസത്തെ 100 ദിവസത്തെ എത്ര വെച്ചാണോ എമൗണ്ട് അത്രയും ലക്ഷങ്ങൾ കിട്ടി. അതുപോലെ തന്നെ അനീഷിനും എത്ര ദിവസം നിന്നോ അത്രയും ദിവസത്തെ ആ എമൗണ്ടും കിട്ടി. പക്ഷെ അനീഷിന് ട്രോഫി കിട്ടിയില്ല. ഒരു ഷോയിൽ ഒരാളിനല്ലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ട്രോഫി കിട്ടിയില്ലെങ്കിൽ പോലും അനീഷിനെ കൺസിഡർ ചെയ്തുകൊണ്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് 10 ലക്ഷം രൂപ സമ്മാനമായി നൽകി എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് കോൺഫിഡന്റ് ഗ്രൂപ്പിലെ റോയ് സാറിനും അതിന്റെ ടീമിനും എല്ലാം എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അനീഷിനും എന്റെ അഭിനന്ദനങ്ങൾ. ഞാനെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആരോട് വൈരാഗ്യമില്ല, ദേഷ്യമില്ല. കാരണം ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സൺ കൂടെയാണ്. അപ്പൊ ഒരു ഷോയിൽ ജനങ്ങളുടെ വോട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരാളിനെ ഏത് പ്രോഗ്രാമിനും വിന്നറാവാൻ പറ്റും. ബാക്കിയുള്ളതെല്ലാം അതിന്റെ താഴേക്ക് വരത്തുള്ളൂ. പക്ഷെ അനീഷിന് ഈ ഒരു കേസിൽ ഇവിടെ 10 ലക്ഷം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും റോയ് സാറിന് എന്റെ ടീമിനൊക്കെ അഭിനന്ദനങ്ങൾ. റോയ് സാറെ, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുന്നു, ഒരുപക്ഷെ അങ്ങ് മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സീസൺ 2 എന്ന് പറയുന്ന ആ സീസണിൽ 74ാമത്തെ ദിവസം ഷോ നിന്നു. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് 50 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഫ്ളാറ്റോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അത് മൊത്തം ലാഭത്തിലാണ്. പക്ഷെ അങ്ങേക്ക് അറിയാം, ആ ഷോ ഏറ്റവും കൂടുതൽ വൈറലായി ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ലോകം മൊത്തം അറിയപ്പെട്ട ഒരു സ്റ്റാർട്ടിംഗ് സംഗതി ഏറ്റവും ഗംഭീരമായി വൈറലായി ജനകീയമാക്കിയതാണ്. അപ്പൊ 50 ലക്ഷം ഒന്നും ഞാനും അന്നത്തെ ഷോയിലെ കോമണറാണ്. 50 ലക്ഷമൊന്നും തന്നില്ലെങ്കിലും ഇതുപോലെ 10 തന്നില്ലെങ്കിൽ 5 എന്തെങ്കിലുമൊക്കെ എന്നെ കൂടെ പരിഗണിക്കാം. അത് എനിക്ക് വേണ്ടിയല്ല, പാവപ്പെട്ട കഷ്ടപ്പെടുന്ന രോഗികളായിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾക്കും അതുപോലെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന കുട്ടികൾ ഞാൻ ഒത്തിരി ചാരിറ്റി ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കത് കിട്ടുകയാണെങ്കിൽ പട്ടിണി പാവങ്ങളെ കുറെ പേരെ സഹായിക്കാൻ പറ്റും. ഞാൻ എന്തായാലും എടുക്കത്തില്ല. എക്സ്ട്രാ കിട്ടുന്ന മണിയിൽ മിക്കതും ചാരിറ്റി തന്നെയാണ്. അതുകൊണ്ട് പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സാറ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് റംസാന് എനിക്ക് നല്ലൊരു എമൗണ്ട് തന്നുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ ചാരിറ്റി ചെയ്യുന്നതും. അപ്പോ അങ്ങനെ ഞാനൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ. ആ സീസൺ 7 എല്ലാവരും നല്ല മത്സരാർത്ഥികളായിരുന്നു. പിന്നെ അനീഷ്. അതെ, രജിത് ചേട്ടാ, ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണുന്ന ഒരു വ്യക്തിയാണ്.
അപ്പം ഇത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഗൈസ്, ഒരു 5 ലക്ഷം രൂപ അല്ലെ 10 ലക്ഷം രൂപ ചോദിച്ചത് ചാരിറ്റിക്ക് വേണ്ടിയാണ്. എന്താണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ റോയ് സാറിന് ചാരിറ്റി ചെയ്യാൻ എന്നെ അറിയത്തില്ല, അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാം, ഇതൊരു PR ആയിട്ടുള്ള ഒരു സ്റ്റണ്ട് ബേസിൽ ചെയ്തതാണ്. പ്ലസ് അനീഷേട്ടനെ പോലെ ഒരാൾക്ക് ഒരു 10 ലക്ഷം രൂപ കൊടുത്ത് അത് പബ്ലിസിറ്റിയിലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പിലോട്ട് വീണ്ടും ഫോക്കസ് ആവുകയാണ് ആൾക്കാർ. അപ്പം അവിടെ അവരും അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് നന്നായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ രജിത് സാറിന് ഇപ്പൊ വന്നിട്ട് ഒരു 10 ലക്ഷം രൂപ കൊടുത്ത് പബ്ലിസിറ്റി വാങ്ങേണ്ട കാര്യം എന്നാണെങ്കിലും ഇപ്പം കോൺഫിഡൻസ് ഗ്രൂപ്പിനില്ല, അതാണെങ്കിൽ നേരത്തെ ആയിക്കൂടായിരുന്നു. അപ്പൊ ഇത് വേണ്ടാത്തടുത്ത് വന്ന ഒരു ഇത് ചോദിച്ച പോലെ ഉണ്ട് കേട്ടോ, അത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് MA യൂസഫ് അലി സാറൊക്കെ എനിക്ക് ചെയ്യുന്നുണ്ട്, ചാരിറ്റിയിലോട്ട് എല്ലാ വർഷവും ഒരു എമൗണ്ട് തരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്നത്? അവർക്ക് നിങ്ങളെ ഒരു ഇടനില നിർത്തിക്കൊണ്ട് അവർക്ക് ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യണമെന്നില്ല എന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ രജിത് കുമാർ സാർ ആദ്യമേ മനസ്സിലാക്കാം. കോൺഫിഡൻസ് ഗ്രൂപ്പിൽ റോയ് സാർ അടങ്ങുന്ന ടീമിന് ചാരിറ്റി ചെയ്യണമെങ്കിൽ അവർക്ക് ആ പണി നല്ല വ്യക്തമായിട്ട് അറിയാം. ഇതെന്താണ്, ഇത് ചാരിറ്റി കൊടുത്തതല്ല, അനീഷിന് ഒരിക്കലും ഒരു ചാരിറ്റി ഫണ്ട് കൊടുത്തതല്ല. അനീഷിന് അവര് ഒരു മത്സരാർത്ഥിയായിട്ട് അംഗീകരിച്ച് അവരൊരു 10 ലക്ഷം രൂപ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പ്ലസ് അവരുടെ ഒരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടും കൂടെ ഒരു പബ്ലിസിറ്റി കിട്ടാനും കൂടെ വേണ്ടിയിട്ട് അവർ നടത്തിയ ഒരു സ്ട്രാറ്റജി, ഒരു ടിപ്പിക്കൽ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇത് അവരൊരിക്കലും പറഞ്ഞില്ല, കോൺഫിഡൻസ് ഗ്രൂപ്പുകാർ ഒരിക്കലും പറഞ്ഞില്ല അനീഷ് നിങ്ങൾ ഇത് ചാറ്റിലോട്ട് ഉപയോഗിക്കൂ എന്ന് അവരൊരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ ഇതൊരു വേറൊരു വേർഷനാണ് ഇവിടെ രജിത് കുമാർ സാർ അവതരിപ്പിച്ചത്. ഒരു കുശുമ്പ് എന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പൊ ഇത് രജിത് കുമാർ സാറിന്റെ ഭാഗത്തുനിന്ന് വന്ന വളരെ വലിയൊരു മിസ്റ്റേക്ക് ആണ് എന്ന് മാത്രമേ പറയാവുള്ളൂ. അപ്പൊ എല്ലാരും ഇപ്പൊ ചാരിറ്റിയുടെ മറവിലാണല്ലോ ഓരോന്നും തട്ടിക്കൂട്ടും വെട്ടിപ്പും പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ എടുത്ത് എക്സ്പോസ് ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തുമാത്രം ചാരിറ്റിയാണ് നമ്മൾ പിടിച്ചിട്ടൊക്കെ ഉള്ളതല്ലേ, സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നിട്ടുള്ള ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇപ്പൊ ചാരിറ്റിയുടെ മറവിലൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പൊ രജിത് കുമാറിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നു എന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പം എന്റെ അഭിപ്രായം ഇതാണ്, രജിത് കുമാർ ഇങ്ങനെ ചോദിക്കേണ്ടതില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടവരെ ബൈ.